തിരഞ്ഞെടുപ്പ് ഫലം വന്നു, ദിവസങ്ങൾ പിന്നിട്ടു. ഒരു വശത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചർച്ചകൾ പൊടിപിടിക്കുമ്പോൾ, ഒരു വശത്ത് 3 സീറ്റുകൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒരു ദേശീയ പാർട്ടി BJP. എങ്കിലും ഒരു പാർട്ടിയിലെ ഒരു ചർച്ച ഇതുവരെ ഉത്തരം കിട്ടാതെ മുറുകുകയാണ് CPM. എന്തുകൊണ്ട് കേരളം കൈവിട്ടു എന്ന ചോദ്യത്തിലെ ഉത്തരം അന്വേഷിച്ചാണ് CPM പാർട്ടി നടക്കുന്നത്. അതായത് ഇതിനുശേഷം ചുരുങ്ങിയ വാർത്താ സമ്മേളനങ്ങളിൽ 1-2 വാക്കുകൾ മാത്രമാണ് ഇപ്പോൾ MV ഗോവിന്ദനായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും TP രാമകൃഷ്ണൻ അതുപോലുള്ളവർ പാർട്ടിയിൽ നിന്നുള്ള ഉത്തരമായിട്ട് ജനങ്ങളിലേക്ക് നൽകുന്നത്. അതായത് ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഈ ജനം എപ്പോഴും പാർട്ടിക്കൊപ്പമാണ് എന്നാണ് എല്ലാവരും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടെന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താഴെ ഘടകങ്ങളുടെ ഒരു അഭിപ്രായം മുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരു അതൃപ്തിയിൽ തുടരുന്നത്? തിരഞ്ഞെടുപ്പ് ഇത്രയും കഴിഞ്ഞിട്ട് 2 ദിവസമായി, പക്ഷെ ഇപ്പോഴും പാർട്ടിക്കുള്ള ചർച്ച ഞങ്ങൾ എങ്ങനെ തോറ്റു. അവർ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ഭരണവിരുദ്ധത ഇല്ല, അവരുടെ ഭരണം അടിപൊളിയായിരുന്നു, അവർ നന്നായിട്ട് തന്നെയാണ് ഭരിച്ചത്, പക്ഷെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. അതായത് അവർ ഒന്നുകിൽ ഈ 102, 103 മണ്ഡലങ്ങളിലാണ് സീറ്റ് UDFന് കിട്ടിയിരിക്കുന്നത്. അപ്പം അത്രയും വലിയ ഒരു മജോറിറ്റി കേരളത്തിന് വലിയൊരു തെറ്റുപറ്റി, ഒറ്റക്കെട്ടായി തെറ്റുപറ്റി എന്ന് പറയുന്നത് ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു ഇതല്ലേ, ഒരു ന്യായീകരണമല്ലേ? അവർക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല, അവർ പല ന്യായീകരണങ്ങളാണ് നിരത്തുന്നത്. എന്നാലും സ്വന്തം തെറ്റ് അവർ കാണിക്കുന്നില്ല. അവർ പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ്. ചിലരുടെ അഭിപ്രായം വെച്ച് അവരെ ഒറ്റക്കെട്ടായിട്ട് പിന്തള്ളാൻ നോക്കി, മാധ്യമങ്ങളും മറ്റു ഉള്ളവരും PR ഒക്കെ വന്ന് തള്ളി. പിന്നെ ചിലർ പറയുന്നത് ഞങ്ങൾ ശ്രമിക്കാം, ഞങ്ങൾ നോക്കാം. ഇപ്പം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു സാധാരണക്കാരന് വരെ അറിയാം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇവിടെ തോറ്റു. കാരണം ഭരണം അത്രയ്ക്ക് മോശമായിരുന്നു, ഭരണം ഒരു രാജഭരണത്തിന് തുല്യമായിരുന്നു എന്ന് സാധാരണക്കാരൻ, ഒരു രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വരെ അറിയാം. എന്നിട്ട് ഇവരിതൊന്നും വിശ്വസിക്കാനോ ഇതൊന്നും സമ്മതിച്ചു തരാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതല്ല, ഇപ്പോൾ PR-ന്റെ കാര്യം പറഞ്ഞല്ലോ. PR ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കിയുള്ള PR വർക്ക് കാണുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളാണ്. അതായത് മോഹൻലാലുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അതുമാത്രമല്ല അതിനുവേണ്ടി മാത്രം ഈ പത്രങ്ങളിൽ പരസ്യം, പോസ്റ്റർ, ബാനർ എന്ന് വേണ്ട എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു PR നടത്തിയിട്ടില്ല എന്ന് അപ്പോഴും പറയുന്നു. ഞങ്ങൾ PR നടത്തിയിട്ടില്ല, ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും എന്ന് പറയുന്നു. മറ്റു പാർട്ടിയാണ് PR നടത്തുന്നതെന്നാണ് ഇപ്പോഴും CPM-കാർ തന്നെ വിശ്വസിക്കുന്നത്. PR നടത്താൻ തന്നെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണല്ലോ. അതെ, ഇപ്പോ പത്രങ്ങളിലേക്ക് PRD-യുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് കേരളം 10 വർഷം മുമ്പും 10 വർഷം ശേഷം എന്നുള്ളത്. അത് എവിടെ നിന്നാണ് ആരെയാണ് മണ്ടന്മാരാക്കാൻ നോക്കുന്നത്? ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് കാശെടുത്ത്, ജനങ്ങളുടെ നികുതിയിൽ നിന്ന് കാശെടുത്ത് ജനങ്ങളുടെ തന്നെ പറ്റിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അത് ശക്തമായ പ്രതിപക്ഷം അതിനെ എതിർത്തിട്ടും ആ പബ്ലിക് റിലേഷൻ എന്ന വകുപ്പിന് അവകാശമുണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു ഇവരുടെ വിശദീകരണം. ഇത്രയും രാഷ്ട്രീയക്കാരെ സംസാരിച്ചതിൽ എനിക്ക് ഇന്നലെ എന്തോ ഒരു CPM നേതാവ് പ്രകാശ് ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞു, തോൽക്കാൻ കാരണം PM ശ്രീയും ആശാ സമരത്തെ നോക്കിയില്ലാണ്. ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നാണ് അതിലൂടെ മനസ്സിലാകുന്നത്. അതെ, CPI-യുടെ പ്രകാശ് ബാബു ആണ് ആ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തുറന്നു പറയാൻ മുന്നോട്ടെങ്കിലും വന്നത്. പക്ഷേ ഈ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയ ബിനോയ് വിശ്വം ഇതുവരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, എല്ലാം നല്ല സ്മൂത്തായിട്ടാണ് പോയത്, അങ്ങനെ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോഴും ഈ ആശാ സമരത്തിനെ അവഹേളിച്ചവർ തന്നെ, ആ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചവർക്ക് ഇതിന്റെ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ ആശാപ്രവർത്തകരും വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തടഞ്ഞ ഹർഷനെയും നേരിട്ട് അബിൻ വർക്കിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് ഇറങ്ങി. അത് അവരുടെ ഒരു സാധാരണക്കാരൻ്റെ ഒരു പൊതുവികാരമാണ് ആ ഒരു
അവർ ആ ഒരു രണ്ടുപേരിലൂടെയും പ്രതിഫലിച്ചത്. PM-ശ്രീ പദ്ധതി എങ്ങനെ ഒപ്പിട്ടു, അതെങ്ങനെ പാസ്സാക്കാൻ ശ്രമിച്ചു എന്നുള്ള കഥ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. അതായത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പോയി ഒരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ, ഒരു സഡൻ ആക്ഷൻ ആയിരുന്നു ആ ഒരു പദ്ധതിയിലുള്ള ഒപ്പിടൽ. അതിനെതിരെ എതിർത്ത് ഒന്നോ രണ്ടോ തവണ CPI ഘടകകക്ഷിയോട് സംസാരിച്ചില്ല എന്നുള്ളൊരു ആ സമയത്ത് എതിർപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശിവൻകുട്ടി പറഞ്ഞൊരു തമാശയുണ്ട്, അതായത് ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പറ്റിക്കാം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ വാദം. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതിനുള്ള ശിക്ഷയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ നേമത്ത് ശിവൻകുട്ടി പരാജയപ്പെട്ടു. അതിനു മുമ്പ് വരെ ഫുൾ കോൺഫിഡൻസിലായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു ജനപ്രതിനിധിയാണ് എന്നതിലൊരു തർക്കവുമില്ല. പക്ഷെ ആ നേമത്ത് ജയിക്കേണ്ടിയിരുന്നതും അദ്ദേഹം തന്നെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവിടെ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ ഒരു തന്ത്രമാണ് ആ നേമത്ത് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 3 സീറ്റ് കിട്ടിയവർ ഇപ്പോൾ ഒരു ആഘോഷത്തിലാണ്. എങ്ങനെ നിയമസഭയിൽ ഒരു ഫാക്ടർ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചാരന്മാർ ഒരു രാജ്യത്ത് കടന്നുകൂടിയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ 3 പേരും നിയമസഭയിൽ വരുന്നത്. ഇവർ വന്നാൽ എന്തുകൊണ്ട് കേരളത്തിന് ആകെ ഒരു ഇതായിരിക്കും, അവർക്ക് ഒരു ബ്ലാക്ക് മാർക്കാണ്. കേരളത്തിന് ബ്ലാക്ക് മാർക്കാണ് ഈ 3 ജനപ്രതിനിധികളും. ആ ഒരു നിയമസഭ, ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്കും എന്തെങ്കിലും ഉപകാരം കിട്ടുമോ എന്നുള്ളതിൽ സംശയമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കൺവീനറും മുഖ്യമന്ത്രിയും സെക്രട്ടറിയും മേലെ തട്ടിലുള്ള നേതാക്കളെല്ലാം പറയുന്നെങ്കിലും താഴെ കീഴഘടകങ്ങളിലുള്ള ഏരിയ സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി അതുപോലുള്ള ആൾക്കാർക്ക് അറിയാം ഈ ആലോചിക്കാതെ ചെയ്ത ചില നടപടികളുടെ പേരിൽ ആണ് ഇപ്പോൾ ജനം അധികാരം ഇവരിൽ നിന്നും മാറ്റി ജനങ്ങൾ UDF-ന് നൽകിയിരിക്കുന്നത്. അത് കൂടുതലും ഈ മറ്റ് പാർട്ടിയിൽ പോലെയല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ ഒരു പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ അഭിപ്രായം അവർക്ക് അറിയണ്ട. തങ്ങൾ എന്ത് പറയുന്നു അതാണ് വലുത്, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ശരി. ഒരു സാധാരണക്കാരൻ്റെ ഒരു ആൾക്കാരുടെ ഒന്നും അഭിപ്രായം അറിയണ്ട. ഇനി പറയണ്ട, എന്നെങ്കിൽ ഞങ്ങളുടെ വോട്ടും ഇല്ല എന്ന് തന്നെ ജനങ്ങൾ അടിച്ചങ്ങ് കൊടുത്തു. കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞവനെ വീട്ടിലിരുന്നാ മതി എന്ന് പറഞ്ഞു അധികാരം നഷ്ടപ്പെടുത്തിയ ജനങ്ങളാണ് മാസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? അത് മാത്രമല്ല, ഇപ്പോൾ CPI നേതൃത്വം കോൺഗ്രസിനെ കളിയാക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു വടിയാണ് ഇപ്പോൾ കേരളത്തിൽ ചൂടായിക്കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച. അത് ഏത് നിമിഷവും അത് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം. അത് വേണുഗോപാലോ, KC വേണുഗോപാലോ, രമേശ് ചെന്നിത്തലയോ, VD സതീഷിനോ ആയിക്കോട്ടെ, ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ LDF-ന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ആവർത്തിക്കാത്ത രീതിയിലായിരിക്കും ഇനിയുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ഭരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് മന്ത്രിമാർ. അപ്പോൾ ആ ഒരു ജനകീയ സർക്കാർ എന്താണെന്ന് ഇനി കാണാൻ പോകുന്നത് ഇനി ഉള്ള 5 വർഷമാണ്. ഈ ഒരു 5 വർഷമാണ് തുടർന്നുള്ള 10, 15 അല്ലെങ്കിൽ 20 വർഷത്തേക്കുള്ള ഒരു എന്താ പറയുക, ഒരു കടമ്പ. ഈ ഒരു 5 വർഷം ജനങ്ങൾ നോക്കും ഇവർ ഓക്കെ ആണോ എന്നുള്ളത്. ഈ ഒരു 5 വർഷത്തിന് ശേഷം ജനങ്ങൾ തീരുമാനിക്കും ഇനിയുള്ള വർഷം നിങ്ങൾ തന്നെ ഭരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വേണം എന്നുള്ളത്.